ഞാൻ കേന്ദ്രത്തിൽ ആഭ്യന്തര വകുപ്പിന് മന്ത്രിയായിരുന്നു. അന്ന് ദുരന്ത നിവാരണ വകുപ്പിന്റെ ചുമതല കൂടിയുണ്ടായിരുന്നു. ഞാൻ ആ കാലത്തുണ്ടായ എല്ലാ ദുരന്ത പ്രദേശങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ എൻ്റെ മനസ്സിനെ വിളിച്ച ഒരു ദുരന്തത്തിന് ഞാൻ സാക്ഷിയായിട്ടില്ല. അത്രയേറെ ഭീകരമായ നാശനഷ്ടങ്ങളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത്തരമൊരു ദുരന്തം ഇനി ആവർത്തിക്കാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനുവേണ്ട മുൻകരുതലുകൾ നമ്മുടെ ഭാഗത്തു നിന്ന് ജാഗ്രതയോടുകൂടി നടത്തപ്പെടേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇനി വേണ്ടത് വയനാടിന് പ്രത്യേകമായൊരു പാക്കേജ് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കണം. പ്രധാനമന്ത്രി ഏതായാലും ശനിയാഴ്ച വരുന്നുണ്ട്. അദ്ദേഹത്തിന് കാര്യങ്ങൾ കണ്ടാൽ തീർച്ചയായിട്ടും അത് ബോധ്യപ്പെടും. പ്രധാനമന്ത്രി ഈ കാര്യത്തിൽ നടപടിയെടുക്കണം. നടപടിയെടുത്തുവെന്ന് മാത്രമല്ല, പുനരധിവാസം അതോടൊപ്പം തന്നെ ഒരു പുതിയ വയനാട് അത് സൃഷ്ടിക്കാൻ വേണ്ട നടപടികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സംസ്ഥാന ഗവൺമെന്റിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസിക്കോ ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യാൻ സാധിക്കുന്ന പോലെ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള പ്രധാനമന്ത്രി ഈ കാര്യം പ്രത്യേകം മനസ്സിൽ വെച്ചുകൊണ്ട് ഇതിനു വേണ്ട പരിഹാരം കാണണം. വയനാടിന് ഒരു പ്രത്യേക പാക്കേജ്, ആ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടേ അദ്ദേഹം വയനാട് വിടാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് വിനീതനായിട്ട് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നത്. ഇപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ലോക്സഭയിലടക്കം ആവശ്യപ്പെട്ടാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം, T3 കാറ്റഗറിയിൽ പെടുത്തണം, എങ്കിൽ മാത്രമേ നമുക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ള ആവശ്യം. പക്ഷേ അതിനൊന്നും തന്നെ ഒരു അനുകൂല നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഒരു പക്ഷേ അദ്ദേഹം ഇവിടെ സന്ദർശിക്കുമ്പോൾ ഇതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാകുമ്പോൾ അതിലേക്ക് കടക്കുമെന്ന് കരുതാമല്ലോ. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിയമമുണ്ടല്ലോ 2005, അതിൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. എനി കലാമിറ്റി വിച്ച് ഈസ് ഓഫ് റെയർ സിവിയറിറ്റി അതൊരു ദേശീയ ദുരന്തമെന്ന രൂപത്തിൽ തന്നെ കാണണം. അത്തരം പരിഗണന കൊടുത്തുകൊണ്ട് നിവാരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് കൃത്യമായിട്ടും അതിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ സാങ്കേതികമായ ഒരു പദപ്രയോഗത്തിന്റെ പേരിൽ രാഷ്ട്രീയമായ വാദവിവാദങ്ങൾ ഉണ്ടാക്കല്ല ശരി. ഈ പറഞ്ഞിരിക്കുന്ന 2005 NDR ആക്ട് പ്രകാരം ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഭരണകക്ഷിയിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ വാദം ഉയർത്തുന്നത്. ആ വാദം അടിസ്ഥാനരഹിതമാണ്. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കലാമിറ്റി ഓഫ് റെയർ സിവിയറിറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ അപൂർവമായി സംഭവിക്കാവുന്ന ഭീകരമായ കേട്ടുകേൾവില്ലാത്ത ദുരന്തം. അത്തരം ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് കേന്ദ്രത്തിനിടപെടാം, കേന്ദ്രത്തിന് സഹായം കൊടുക്കാം, ആവശ്യമായ മതിയായ സഹകരണം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് കേന്ദ്രത്തിന് മാത്രമേ കൊടുക്കാൻ സാധിക്കുള്ളൂ. ഇത് നിസ്സാരമായ ഒരു റിഹാബിലിറ്റേഷൻ ആക്ടിവിറ്റി അല്ല ഇവിടെ നടക്കാൻ പോകുന്നത്. ഒരു വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നു. ആ ദുരന്തത്തിന്റെ വ്യാപ്തി കണ്ടെത്തിക്കൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേക പരിഗണന കൊടുക്കണം. പ്രധാനമന്ത്രി അക്കാര്യത്തിൽ മുൻകൈ എടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒപ്പം തന്നെ മറ്റൊരു ചോദ്യം കൂടി, അതായത് ഈ ദുരന്തം ഉണ്ടായതിനു ശേഷവും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇക്കാര്യത്തിൽ കൃത്യമായ വീഴ്ച സംസ്ഥാന സർക്കാരിന് പറ്റിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. അതിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ മറുപടി നൽകിയാണ്. പക്ഷേ വീണ്ടും അത്തരത്തിലുള്ള പരാമർശങ്ങൾ വീണ്ടും കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം രാജ്യസഭയിലടക്കം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയാണോ? ഇത്തരമൊരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയൊക്കെ തന്നെ കുറേ ജാഗ്രതയോട് സംസാരിക്കണം. എനിക്ക് നന്നായിട്ട് അറിയാം. ഉത്തരാഖണ്ഡ് അതിലെ ഈ പറയുന്ന ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു വലിയ ദുരന്തമുണ്ടായി, പ്രളയമുണ്ടായി. ആ സന്ദർഭത്തിലൊക്കെ എത്ര ജാഗ്രതയോടെ ഞങ്ങളൊക്കെ ഉത്തരം പറഞ്ഞത്. ആ പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകസഭയിലും രാജ്യസഭയിലും അന്ന് ചർച്ച നടത്തിയപ്പോൾ ഞാനായിരുന്നു അതിന് ഉത്തരം പറഞ്ഞത്. ഞങ്ങളൊക്കെ തന്നെ വളരെ ജാഗ്രതയോടുകൂടി വളരെ ഗൗരവത്തോടുകൂടിയാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആയിരിക്കണ്ടേ ഒരു ഹോം മിനിസ്റ്റർ. അല്ലാതെ ഇത്തരമൊരു ദുരന്ത മുഖത്ത് നിന്നുകൊണ്ട് അദ്ദേഹം വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടത് ഒരിക്കലും ശരിയായില്ല. ദൗർഭാഗ്യകരമായി പോയെന്ന് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും എന്തായാലും അദ്ദേഹം ഈ ദുരന്തബാധിത മേഖലകൾ സന്ദർശിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷം നമ്മോട് പ്രതികരിക്കുകയായിരുന്നു. ക്യാമറമാൻ KP ധനേഷിനൊപ്പം MG മിഥുൻ, News 18 വയനാട്.